നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം എങ്ങോട്ടാണ് ഈ വണ്ടിയൊക്കെ തെളിച്ച് പോകുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ നേരെ കുണ്ട്ര പോവാണ്. കാരണം തൊട്ടടുത്ത ദിവസം ഞങ്ങൾക്കൊരു ട്രിപ്പ് ഉണ്ട് ഗൈസ്. ആദ്യമായിട്ടാണ് ഞാൻ വീട്ടിൽ നിന്നും ഏട്ടനുമായിട്ട് ഒരു സ്റ്റേ ഉള്ളൊരു ട്രിപ്പിന് പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ വണ്ടിയൊക്കെ ഓടിപ്പ് കണ്ടിട്ട് ഏട്ടൻ ഇന്ന് നമുക്ക് എത്തണ്ടേ എന്ന് ചോദിച്ചു. കാരണം ഞാൻ ഭയങ്കര പതുക്കെയാണ് വണ്ടി ഓടിക്കാറ്. അങ്ങനെ ഏട്ടന് ഞാൻ എന്ത് ചെയ്തു, ഡ്രൈവിംഗ് സീറ്റൊക്കെ കൈമാറിയിട്ട് പുറകെ ഇരുന്ന് ഞാൻ വീഡിയോ എടുപ്പങ്ങ് തുടർന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഡ്രസ്സ് എടുക്കാൻ പോവാം. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു ഉച്ചമുക്കാലായിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് നല്ല ചൂടല്ലേ, ഞങ്ങൾ അതുകൊണ്ട് പോകുന്ന വഴി ഒരു നാരങ്ങ വെള്ളത്തിൽ നിന്ന് തുടങ്ങി. വീട്ടിൽ നിൽക്കുമ്പോൾ മൊത്തം ഫേസും എല്ലാം ക്ലിയർ ആയിരിക്കും. ഏതെങ്കിലും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ എവിടുന്നെങ്കിലും കയറി വരും കണക്ക് രണ്ട് കുരുപ്പ്. എല്ലാവർക്കും ഇങ്ങനെയാണ് തോന്നുന്നല്ലേ ഗൈസ്. പിന്നെ ഞങ്ങൾ രണ്ട് നാരങ്ങകളൊന്നും മേടിച്ചില്ല, ഒരെണ്ണേ വാങ്ങിയോളൂ. ഒരെണ്ണം വാങ്ങി ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കും, ഇങ്ങോട്ട് കൊടുക്കും, അങ്ങോട്ട് കൊടുക്കും, ഇങ്ങോട്ട് കൊടുക്കും. ഇങ്ങനെയാണ് ഞങ്ങളുടെ കുടിക്കുന്ന പ്രധാന പരിപാടി എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങൾ ഈ ഡ്രസ്സ് എടുക്കുന്നതിന്റെ തൊട്ടടുത്ത ദിവസം രാവിലെയാണ് ഞങ്ങൾ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം തലേന്ന് വലിയ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കൊല്ലത്തെങ്ങും പോയില്ല. അല്ലെങ്കിലും കൊല്ലത്ത് പോയി കറങ്ങി തിരിഞ്ഞാലും എനിക്ക് കുണ്ട്ര ട്രെൻഡ്സിൽ വന്ന് ഡ്രസ്സ് എടുത്തില്ലെങ്കിൽ ഒരു സമാധാനം വരത്തില്ല. അങ്ങനെ കയറിയ പാടെ നമ്മുടെ കയ്യിലൊരു ബാഗൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി അത് നിറയ്ക്കാതെ ഞങ്ങൾക്ക് സമാധാനമില്ല ഗൈസ്. അപ്പോൾ എൻ്റെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ എനിക്കൊരു ജീൻസ് അല്ലെങ്കിൽ ഒരു കോട്ട് സെറ്റ് പോലത്തെ ഒരു സംഭവം എടുക്കണമെന്നാണ്. അപ്പം ഞാനിങ്ങനെ ഓരോരോ ടോപ്പുകളായിട്ട് ഇങ്ങനെ നോക്കുകയാണ്. എന്നുവെച്ചാൽ എനിക്ക് കുർത്തയൊന്നും അല്ല വേണ്ടത്, ഷോർട്ടായിട്ടുള്ള ഇതേണക്കുള്ള ഷർട്ട്സോ എന്തെങ്കിലും എടുക്കാമെന്ന് കരുതി ഇങ്ങനെ ഓരോന്ന് നോക്കിയിട്ട് ഏട്ടനെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. ഏട്ടനൊരു പുച്ഛഭാവമൊക്കെ ഇട്ടെങ്കിലും ഞാനത് കയ്യിലെടുത്തു. കാരണം ഞാൻ ഏട്ടനോട് പറഞ്ഞേട്ടാ നമുക്ക് ട്രയൽ നോക്കിയിട്ട് കൊള്ളത്തില്ലെങ്കിൽ എടുക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ കോട്ട് സെറ്റും ജീൻസിന് പറ്റിയ ഷോർട്ട് ടോപ്പും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുകയാണ്. ഷർട്ട് പോലുള്ള ഡ്രസ്സൊക്കെ ഇല്ലേ, അതൊക്കെ ഇങ്ങനെ ഒരുപാട് നോക്കി. എനിക്കൊരു 3-4 എടുത്ത് കയ്യിൽ നോക്കിയിട്ട് അത് ഇട്ട് നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനം വരത്തില്ല. അങ്ങനെ ട്രയൽ റൂമിൽ കയറി പിന്നെ പ്രഹസനമായിരുന്നു ഗൈസ്. ഓരോന്ന് ഇട്ട് നോക്കലായിരുന്നു പരിപാടി. ഈ ഡ്രസ്സ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇതും. പക്ഷേ ഇതിൻ്റെ ഷോൾഡറിൽ ഒരു ചെറിയൊരു പിടുത്തം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇടുമ്പോൾ ഉള്ളൊരു കംഫർട്ടബിൾ അല്ലേ നമ്മൾ ആ ഡ്രസ്സ് എടുക്കുന്നത്. കാണുമ്പോൾ അടിപൊളിയായിരുന്നു, എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എടുത്താലും എനിക്ക് ഇടത്തില്ല എന്നുള്ളൊരു ചിന്ത വന്നുകൊണ്ട് ഞാൻ പിന്നെ എടുത്തില്ല കേട്ടോ. ഇതും നല്ലതായിരുന്നു, പക്ഷേ കുറച്ച് ലെങ്ത് കുറവായിരുന്നു. എനിക്ക് ബാക്കിൽ കുറച്ച് ഇറങ്ങി നിൽക്കുന്നതാണുള്ള ടോപ്പുകളാണ് ഇഷ്ടം കേട്ടോ. അപ്പം ഇതും എടുത്തില്ല. പിന്നെ ഇതാരും ദൈവമേ കോമഡി. എനിക്കിതെങ്ങനെ സ്റ്റൈൽ ചെയ്യേണ്ടത് അറിയത്തില്ലായിരുന്നു. ഫ്രണ്ടിൽ ആ കെട്ട് ആ ഒരു നോട്ട് അങ്ങനെ തന്നെ ഉള്ളതാണ് കേട്ടോ. കണ്ടപ്പോൾ എനിക്ക് ഗുണ്ടബിനു കണ്ണങ്കര കോളനിയൊക്കെ പോലെ തോന്നി. ഏട്ടനെ ഞാനിതിട്ട് കാണിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. കോമഡി ആയിരുന്നു കേട്ടോ, ഭയങ്കര ചിരിയായിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ടോപ്പുകളും അതിൻ്റെ കൂടെ ഞാൻ ഒരു ഡെനിം എടുത്തിട്ട് ഒരു ജോഗറായിരുന്നു എടുത്തത്, അതും എടുത്തൊന്ന് പെയർ ചെയ്തൊക്കെ നോക്കി. പക്ഷേ ഈ ബ്ലൂവിൻ്റെ കൂടെ റെഡ് ഒരു മാച്ചിങ് ഇല്ലാത്തെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഇത് രണ്ടും കൂടെ അങ്ങ് സെറ്റ് ചെയ്ത് ഗൈസ്. എനിക്കിതങ്ങ് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഭയങ്കര ലൂസായിട്ടുള്ള ഷർട്ടാണ് കേട്ടോ. ഭയങ്കര ലൂസായിട്ട് കിടക്കും, ഭയങ്കര നമ്മുടെ ബോഡിയോട് ഭയങ്കരമായിട്ട് ഇണങ്ങി കിടക്കുന്നതൊക്കെ ഉള്ളതായിരുന്നു. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ഏട്ടനെ വിളിച്ച് കാണിച്ചു. ഏട്ടന് നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതല്ലേ എന്റെടാ അന്തമാതിരി മൂഞ്ചി. Like it? ഞാനത് പാക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ കരുതി കാണും പരിപാടിയെല്ലാം കഴിഞ്ഞ് ഒരു വീട്ടിൽ പോവാണെന്ന്. നോ, നിങ്ങൾക്ക് തെറ്റി ഗൈസ്. കാരണം ഏട്ടന് ഉടുപ്പൊക്കെ എടുക്കണ്ടേ, അല്ലെങ്കിൽ എനിക്കിത് സമാധാനം തരുവാ ചേർക്കാൻ. അങ്ങനെ ഞങ്ങൾ ഏട്ടൻ്റെ സെക്ഷനിലോട്ട് കയറിയിട്ടുണ്ട്. ഏട്ടൻ്റെ സെക്ഷൻ ആണെങ്കിലും ഇത് എനിക്കൂടാണ് ഞാൻ നോക്കുന്നത്. കാരണം എനിക്കൂടെ ഇടാൻ പറ്റുന്നതൊക്കെ അല്ലേ നോക്കേണ്ടത്. അതങ്ങനല്ലേ ഗൈസ്, അല്ലെങ്കിൽ ഏട്ടന് സങ്കടമാവില്ലേ. അങ്ങനെ മെയിനായിട്ട് ഞങ്ങൾ ഈ വട്ടം ഫോക്കസ് ചെയ്തത് ഒരു ഡെനിം ഷർട്ട് എടുക്കാനാണ്. എപ്പോഴും ഡെനിം ഷർട്ട് നമ്മൾ നോക്കാൻ പറ്റും, ഭയങ്കര റേറ്റ് ആയിരിക്കും. ട്രെൻഡ്സിൽ ഭയങ്കര റേറ്റ് ആയിരിക്കും. പക്ഷേ 2000, 2500, 3000, അയ്യോ ചിലപ്പം ചിലർക്കൊന്നും അതൊരു റേറ്റ് ആയിരിക്കത്തില്ല. പക്ഷേ ഞങ്ങൾക്കതൊരു റേറ്റാണ് കേട്ടോ. പക്ഷേ ഈ വട്ടം ഒരു 1000 എത്ര രൂപയ്ക്ക് 1100 ഉള്ളായിരുന്നു. നമുക്കൊരു ഷർട്ട് കിട്ടി. അങ്ങനെ ഞങ്ങളത് സെലക്ട് ചെയ്ത് ഏട്ടന് കുറേ നാൾക്ക് ശേഷമാണ് ആ ഒരു ആഗ്രഹം പൂവണിയുന്നത്. പിന്നെ അതിനുള്ള പാൻസും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ നോക്കി.
ഏട്ട ഏത് ഡ്രസ്സ് എടുത്താലും എനിക്കതൊന്ന് ട്രയലിട്ട് കണ്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം വരത്തില്ല. ഇത് ഇച്ചിരി ടൈറ്റായിരുന്നു, വയറിൻ്റെ ഭാഗത്തും കയ്യിലും ഒക്കെ നല്ലൊരു പിടുത്തം ഉണ്ടായിരുന്നു. പക്ഷേ ഏട്ട ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നല്ലയോ. അപ്പോൾ എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഇതെടുത്തില്ല. ഞങ്ങൾ വേറൊരു ഡെന്നിം ഷർട്ട് എടുത്തു കേട്ടോ. പിന്നെ അതുപോലെ ഈ ഒരു ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഏട്ടൻ ഈ ടീഷർട്ട് എടുത്തപ്പോൾ എനിക്കും ഈ ടീഷർട്ട് വേണമെന്നൊക്കെ പറഞ്ഞു, നമുക്ക് ഒരേ കണക്കൊക്കെ ഇടാമെന്ന് പറഞ്ഞ്. പിന്നെ എനിക്ക് എടുത്തിട്ട് നോക്കിയപ്പോൾ ഞാൻ മറ്റേ കുട്ടിത്തേവാങ്ങിൻ്റെ കണക്കിരിക്കുന്നു. പക്ഷേ ഞാൻ വിട്ടില്ല, ഞാൻ അവിടെ നിന്ന് തന്നെ ഈ ഒരു പർപ്പിൾ കളറിലെ ടീഷർട്ട് എടുത്തു കേട്ടോ. ഇത് ജെൻസിൻ്റെ സെക്ഷനിൽ നോക്കിയതാണ്, അതെനിക്കിഷ്ടപ്പെട്ടു, അതെടുത്തു. അങ്ങനെ ഞങ്ങൾ നല്ല കുട്ടികളായിട്ട് പർച്ചേസ് എല്ലാം തീർത്തിട്ട് ബില്ല് പേ ചെയ്യാനായിട്ട് വന്നപ്പോൾ അവർ പറഞ്ഞു ഓൾറെഡി 4000 സംതിങ് ആയിട്ടുണ്ട്, അത് 5000 ആക്കുകയാണെന്നെങ്കിൽ ഗിഫ്റ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ജെൻസിൻ്റെ സെക്ഷനിൽ കയറിയിട്ട് ഏട്ടനൊരു ഷർട്ടും അതുപോലെ തന്നെ അനിയനില്ലേ അപ്പൂനൊരു ഷർട്ടും എടുത്തു. അപ്പൂന് സാധനം ഞങ്ങൾ ഷർട്ട് എടുക്കാറില്ല കേട്ടോ, അവൻ അളവാവാറില്ല. അതുപോലെ തന്നെ അന്നും അളവായില്ല, പിന്നെ പോയി മാറിയൊക്കെ വാങ്ങേണ്ടി വന്നു. അങ്ങനെ നമ്മുടെ പർച്ചേസാണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അവർ ഗിഫ്റ്റ് കാർഡൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സാധനമെല്ലാം നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് പാക്ക് ചെയ്ത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയത് ഈ ഒരു ബ്ലെൻഡർ ആയിരുന്നു. നമ്മൾ ഓൾറെഡി 4999 പർച്ചേസ് ചെയ്യുമ്പം നമുക്ക് 250 രൂപ എന്തോ മറ്റോ അടയ്ക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു 2500 സാധനം അവർ തരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ ഓൺലൈനിലൊക്കെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ട്രിപ്പിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു തട്ടുകട കണ്ടപ്പോൾ അവിടെ കയറി ഫുഡ് കഴിക്കാമെന്ന് കരുതി. ഒരുപാട് ഐറ്റം ഒന്നും വാങ്ങിയൊന്നുമില്ല, നമ്മൾ കുറച്ച് പൊറോട്ടയും ഒരു ബീഫ് റോസ്റ്റും വാങ്ങിയിട്ടുള്ളായിരുന്നു. വലിയ വിശപ്പൊന്നുള്ള ദിവസമല്ലായിരുന്നു, കാരണം പിറ്റേ ദിവസം ആ ട്രിപ്പ് പോകുന്നതിൻ്റെ ഒരു മൂഡിലായിരുന്നു. അതുകൊണ്ട് ഈ പണ്ടേ സ്കൂളിൽ പഠിക്കുമ്പോൾ അങ്ങനെ ടൂറിന് തലേന്നെങ്കിൽ അത് ഓർത്തോണ്ടിരിക്കില്ലല്ലോ, അതിങ്ങനെ ഓർത്തോണ്ടിരിക്കും. അത് കണക്ക് തന്നെ ഒരു ദിവസമായിരുന്നു അത് കേട്ടോ. അങ്ങനെ നമ്മൾ ലൈറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും ഒരു ഡ്രസ്സ് എടുക്കുന്ന കടയിൽ കയറി. ഒരു ചുരിദാർ പീസ് എടുക്കാനായിരുന്നു കേട്ടോ. അതാർക്കാന്ന് ചോദിച്ചാൽ നമ്മുടെ മണിയമ്മയ്ക്കാണ്. അമ്മയ്ക്ക് കുറേ നാളായിട്ട് ആഗ്രഹമുണ്ട് ചുരിദാർ ഇടണമെന്ന്. അപ്പം ആ ആഗ്രഹം അങ്ങ് സാക്ഷാത്കരിച്ച് കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ അമ്മയ്ക്ക് 2 ചുരിദാർ പീസ് നോക്കാനായിട്ട് കയറി. അപ്പം അമ്മ ആദ്യമായിട്ടല്ലേ ചുരിദാർ ഇടുന്നത്, അപ്പം റെഡിമെയ്ഡ് ടോപ്പ് എടുത്താൽ അമ്മയ്ക്ക് ചിലപ്പം കംഫർട്ട് ആവുമോ എന്നൊരു ഡൗട്ട്. അതുകൊണ്ട് അമ്മയ്ക്ക് കുറച്ച് നീറ്റായിട്ടുള്ള ഒരു ചുരിദാറിൻ്റെ പീസ് മേടിച്ച് കൊടുക്കാമെന്ന് കരുതി. അപ്പം അമ്മയുടെ അളവിന് കറക്റ്റ് തയ്ച്ച് നല്ല നീറ്റായിട്ട് ഇട്ടെന്ന് കരുതി നമ്മൾ അവിടെ നിന്ന് 2 ടോപ്പല്ല 2 ചുരിദാർ പീസ് സെലക്ട് ചെയ്ത് കേട്ടോ. ഈ 2 ചുരിദാർ പീസാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഒരു ബ്ലൂ കളറും ഒരു റെഡ് കളറും. അമ്മയ്ക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ട് അമ്മയ്ക്ക് കൊടുക്കുന്ന വീഡിയോ ഒക്കെ വഴികെ വരുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും എടുത്തു, എനിക്കെടുത്തു, ഏട്ടനെടുത്തു, അനിയനെടുത്തു, അമ്മയ്ക്കെടുത്തു. പിന്നെ എന്തിനാ അച്ഛന് മാത്രം വെറുതെ വിടുന്നതെന്ന് കരുതി അച്ഛന് 2 കൈലി എടുത്തു കേട്ടോ അവിടുന്ന്. അങ്ങനെ ഞങ്ങൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നേരെ താണ്ട് വീട്ടിൽ പോവുകയാണ്. വീട്ടിൽ ചെന്നപ്പം അമ്മ TV ഒക്കെ കണ്ടിട്ടുണ്ട്, അവിടെ ഹാളിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അമ്മയുടെ കയ്യിൽ നൈറ്റി ആണെന്ന് പറഞ്ഞാണ് ഞാൻ അമ്മയുടെ കയ്യിലോട്ട് ഡ്രസ്സ് കൊടുത്തത് കേട്ടോ. അമ്മയ്ക്ക് 2 നൈറ്റിയും അച്ഛനൊരു കയ്യിലും. ഇഷ്ടം പോലെ ഇല്ലയോ? എന്നാലും 2 ഇട്. അത് നൈറ്റി ആണോ? എന്തോ എന്തോ നോക്ക്. തയ്പ്പിക്കാൻ കൊടുക്കണം കേട്ടോ. 2 വാങ്ങി നോക്കി. നല്ല നിറവാന്നോ? എനിക്കല്ലാത്ത മേടിച്ചമ്മേ. നമ്മക്ക് ഇഷ്ടപ്പെട്ടോ? അങ്ങനെ അമ്മയ്ക്ക് ചുരിദാർ പീസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. കാരണം അമ്മയുടെ കയ്യിലോട്ട് ആദ്യമായിട്ടാണ് ഒരു ചുരിദാർ കിട്ടുന്നത്. അപ്പം അമ്മയ്ക്ക് അതിനകത്ത് അഭിപ്രായം കാര്യങ്ങളൊന്നും പറയാറില്ല. എന്തായാലും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങളത് തൊട്ടടുത്തുള്ളൊരു കടയിൽ തയ്ക്കാനൊക്കെ കൊടുത്തേക്കുവാണ്. ഇനി അമ്മ ഇടുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇനി നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ട്രിപ്പിൻ്റെ വ്ളോഗാണ്. അത് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയൊരു വീഡിയോ